Hello friends, welcome to the class. നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് സെക്കൻഡ് ചാപ്റ്റർ ആണ്. ഫ്രം ട്രേഡ് ടു പവർ. ട്രേഡ് എന്ന് പറഞ്ഞാൽ എന്താ? ട്രേഡ് എന്ന് പറഞ്ഞാൽ വ്യാപാരം, കച്ചവടം. പവർ എന്ന് പറഞ്ഞാൽ അധികാരം. അപ്പോൾ കച്ചവടത്തിനായി വന്നവർ എങ്ങനെ അധികാരത്തിലെത്തി, അതാണ് നമ്മൾ ഫ്രം ട്രേഡ് ടു പവറിൽ പഠിക്കുന്നത്. ദ ബ്ലാക്ക് ഗോൾഡ് ഹാസ് എ സ്റ്റോറി ടു ടെൽ. ബ്ലാക്ക് ഗോൾഡിന് പോലും അതിൻ്റേതായ സ്റ്റോറി ഉണ്ട് പറയാൻ, ഹിസ്റ്ററിയിൽ നിന്നാണ് പറയുന്നത്. ബ്ലാക്ക് ഗോൾഡ് എന്ന് പറഞ്ഞാൽ പെപ്പറാണ്. പെപ്പർ ഈസ് നോൺ ആസ് എ ബ്ലാക്ക് ഗോൾഡ്. കുരുമുളകിനെയാണ് നമ്മൾ ബ്ലാക്ക് ഗോൾഡ് എന്ന് പറയുക. എന്താ പറഞ്ഞിട്ടുള്ളത്? ഒരു സ്റ്റോറി പോലെ പറഞ്ഞിട്ടുണ്ട്. അതിൽ പറയുന്നത് ഇത്രയേ ഉള്ളൂ. കാറ്റിൽ മീറ്റ് പ്രിസർവ് ചെയ്ത് വെച്ചിരുന്നു. പ്രിസർവ് ചെയ്ത് വെക്കുക എന്ന് പറഞ്ഞാൽ പിന്നീടുള്ള ആവശ്യങ്ങൾക്ക് വേണ്ടി അവരത് സൂക്ഷിച്ചു വെച്ചിരുന്നു. കുരുമുളകൊക്കെ ഇട്ടിട്ടാണ് അവരത് സൂക്ഷിച്ചു വെച്ചിരുന്നത്, പ്രിസർവ് ചെയ്ത് വെച്ചിരുന്നത്. അവിടെ വിൻ്റർ സീസണിൽ യൂറോപ്യൻ രാജ്യങ്ങളിൽ നല്ലോണം മഞ്ഞ് വീഴും. അപ്പോൾ ആ മഞ്ഞ് കാലത്ത് അവർക്ക് വീട്ടിൽ നിന്ന് പുറത്തിറങ്ങാനോ പുറത്ത് പോയി ഭക്ഷണം ഇടാനോ ഒന്നും പറ്റിയിരുന്നില്ല. അപ്പോൾ അങ്ങനത്തെ ഒരു സിറ്റുവേഷനിൽ അവർക്ക് ആ വിൻ്റർ സീസണിൽ ഉപയോഗിക്കാനായിട്ട് അവർ ഈ കാറ്റിൽ മീറ്റ്, അതായത് ഈ കന്നുകാലികളുടെയൊക്കെ മീറ്റൊക്കെ നല്ലോണം പ്രിസർവ് ചെയ്ത് സൂക്ഷിച്ചു വെച്ചിരുന്നു. പ്രിസർവ് ചെയ്യാൻ അവർ യൂസ് ചെയ്തിരുന്നത് കുരുമുളകൊക്കെയാണ്. ആ സമയത്ത് ഫ്രിഡ്ജോ അല്ലെങ്കിൽ ഇലക്ട്രിസിറ്റിയോ ഒന്നുമില്ലാത്തൊരു കാലത്തെ കഥയാണ് ഈ പറയുന്നത്. അപ്പോൾ ആ സമയത്ത് തൊട്ടേ നമ്മൾ ഈ സ്പൈസസ് യൂസ് ചെയ്ത് തുടങ്ങിയിട്ടുണ്ട് എന്നാണ് പറയുന്നത്. നമുക്കറിയാം ഈ ഫോറിനേഴ്സ് ഇന്ത്യയിലേക്ക് എന്തിനാണ് വന്നത്? സ്പൈസസ് കിട്ടാൻ വേണ്ടിയിട്ടാണ് അവർ കൂടുതലുമായിട്ടും ഇന്ത്യയിലേക്ക് വന്നത്. അപ്പോൾ പിന്നെന്താ പറയുന്നത്? പെപ്പർ മാത്രമല്ല, കാഡമം, സിനമൺ, ജിഞ്ചർ ഒക്കെ ഇതുപോലുള്ള സ്പൈസസ് അന്ന് തൊട്ടേ അവർ ഉപയോഗിച്ച് തുടങ്ങിയിരുന്നു. കാഡമം എന്ന് പറഞ്ഞാൽ ഏലക്കായ, സിനമൺ എന്ന് പറഞ്ഞാൽ പട്ട, ജിഞ്ചർ എന്ന്. അപ്പോൾ ഇനി നമുക്ക് നോക്കാം എങ്ങനെ നമ്മുടെ ഇന്ത്യയിൽ കച്ചവടത്തിന് വന്ന ആൾക്കാർ ഇന്ത്യയുടെ തന്നെ കൺട്രോൾ ഏറ്റെടുത്തു, ഇന്ത്യയുടെ തന്നെ റൂളേഴ്സായി മാറിയത് എങ്ങനെയാണെന്നാണ് പറയുന്നത്. അപ്പോൾ കുറേ ആൾക്കാർ വരുന്നു എന്ന് പറയുന്നുണ്ട്. പോർട്ടുഗീസ് വന്നു, ഡച്ച് വന്നു, ഫ്രഞ്ച് വന്നു, ഇംഗ്ലീഷ് വന്നു എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ആരാണ് ആദ്യം എത്തിയത്, അവർ എവിടെയൊക്കെയാണ് കൺട്രോൾ ചെയ്തിരുന്നത്, അതൊക്കെയാണ് നമ്മൾ ഈ പാഠത്തിൽ പഠിക്കാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് പാഠം നോക്കാം. ഇനി Didn't you listen to the story of Pepper? What do you understand from the story? നിങ്ങൾ ഈ പെപ്പറിൻ്റെ സ്റ്റോറി കേട്ടില്ലേ? നിങ്ങൾക്ക് ഇതുകൊണ്ട് എന്താണ് മനസ്സിലായത്? The spices of our land were essential to the foreigners. The traders all over the world used to visit here to collect spices. You have understood from the previous chapter about the conquest of Constantinople by the Turks in 1453. This came in the way of trade between Asia and Europe. The situation necessitated the European traders to find out a sea route to India. With the discovery of sea route to India, the Portuguese, Dutch, English and French reached India for the purpose of trade. നമ്മളുടെ നാട്ടിൽ കിട്ടുന്ന സ്പൈസസൊക്കെ ഈ സുഗന്ധദ്രവ്യങ്ങൾ എന്നല്ലേ സ്പൈസസിനെ പറയാം. നമ്മുടെ നാട്ടിലുള്ള സ്പൈസസൊക്കെ ഫോറിനേഴ്സ് വളരെ ഇഷ്ടപ്പെട്ടിരുന്നു. അവർ ട്രേഡേഴ്സ് എന്തിനാണ് വന്നിരുന്നത് നമ്മുടെ നാട്ടിലേക്ക്? ലോകത്തിലുള്ള എല്ലാ ട്രേഡേഴ്സും ഈ സ്പൈസസ് കളക്ട് ചെയ്യാൻ വേണ്ടി നമ്മുടെ നാട്ടിലേക്ക് വന്നിരുന്നു എന്നാണ് പറയുന്നത്. പക്ഷേ ചോദിക്കുകയാണ്, വൈ ഡിഡ് ദ ഫോറിനേഴ്സ് കെയിം ടു ഇന്ത്യ ചോദിച്ചാൽ എന്താ നിങ്ങൾ എഴുതാ? ദ സ്പൈസസ് ഓഫ് അവർ ലാൻഡ് വർ എസെൻഷ്യൽ ടു ദ ഫോറിനേഴ്സ്. പിന്നെ സെക്കൻഡ് വൺ എന്താ? ദേ യൂസ് ടു വിസിറ്റ് ഹിയർ ടു കളക്ട് ദി സ്പൈസസ്. അതാണ് 2 പോയിൻ്റ്. പിന്നത്തെ പാരഗ്രാഫിൽ എന്താ പറയുന്നത്? നമ്മൾ നേരത്തെ ചാപ്റ്ററിൽ പഠിച്ചതാണ്. കോൺസ്റ്റന്റിനോപ്പിൾ ടർക്സ് കോൺക്വർ ചെയ്തു 1453. കോൺസ്റ്റന്റിനോപ്പിൾ ഏത് രണ്ടിൻ്റെയും ഇടയിലായിരുന്നു? മാപ്പിൽ ഏഷ്യയുടെയും യൂറോപ്പിൻ്റെയും ഇടയിൽ ഒരു കണക്റ്റിംഗ് പോയിൻ്റ് പോലെയായിരുന്നു കോൺസ്റ്റന്റിനോപ്പിൾ, അല്ലേ? ഫസ്റ്റ് ചാപ്റ്ററിൽ നമ്മൾ കണ്ടതാണ്. ആ കോൺസ്റ്റന്റിനോപ്പിൾ ടർക്സ് പിടിച്ചെടുക്കിയപ്പോൾ എന്താ ഉണ്ടായത്? ഏഷ്യയിൽ നിന്നും യൂറോപ്പിൽ നിന്നും ആൾക്കാർക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും യാത്ര പറ്റാതെയായി. യൂറോപ്യൻ കച്ചവടക്കാർ പുതിയൊരു റൂട്ട് കണ്ടുപിടിച്ചു ഇന്ത്യയിലേക്ക് എത്താൻ വേണ്ടിയിട്ട്. ആ ഇന്ത്യയിലേക്ക് എത്താൻ വേണ്ടിയുള്ള റൂട്ട് കണ്ടുപിടിച്ചതോടുകൂടി പോർട്ടുഗീസും ഡച്ചും ഇംഗ്ലീഷും ഫ്രഞ്ചും ഒക്കെ ഇന്ത്യയിലെത്തി, വ്യാപാരത്തിന് വേണ്ടി ഇന്ത്യയിലെത്തി എന്നാണ് പറയുന്നത് ഈ പാരഗ്രാഫിൽ. നെക്സ്റ്റ് എന്താ പറയുന്നത്? ഫ്രം പോർട്ടുഗൽ ടു കാലിക്കറ്റ്. പോർട്ടുഗീസുകാരും ഫ്രഞ്ചുകാരും ഒക്കെ കാലിക്കറ്റിൽ എത്തിയെന്ന് പറഞ്ഞു. അപ്പോൾ ഇനി ഫസ്റ്റ് നമ്മൾ നോക്കുന്നത് ഏതാ? പോർട്ടുഗൽ എങ്ങനെ കാലിക്കറ്റ് എത്തിപ്പോൾ എന്നാണ് നമ്മൾ നോക്കുന്നത്. It was a sunny morning in the month of May 1498. 3 huge ships anchored at കാപ്പാട് നിയർ കാലിക്കറ്റ്. അപ്പോൾ മെയ് 1498 പോർട്ടുഗീസുകാർ ആദ്യമായിട്ട് നമ്മുടെ നാട്ടിൽ കാലുകുത്തിയതൊക്കെയാണ്. ആദ്യം അവർ വന്നത് കോഴിക്കോട് കാലിക്കറ്റുള്ള കാപ്പാട് തീരത്താണ് അവർ ആദ്യമായി വന്നത്. The language and dress code of the mariners in the ships were quite different from the native people. They were a group of sailors from Portugal under the leadership of Vasco da Gama.
അണ്ടർ ദി ലീഡർഷിപ്പ് ഓഫ് വാസ്കോ ഡി ഗാമ. അപ്പോൾ ഈ പാരഗ്രാഫിൽ എന്തൊക്കെ പറയുന്നുണ്ട്? പോർട്ടുഗീസുകാർ വന്നത് മെയ് 1498 3 ഷിപ്പ് എവിടെയാണ് ആങ്കർ ചെയ്തത്, എവിടെയാണ് നങ്കൂരമിട്ടത്? അത് കാപ്പാട്, കോഴിക്കോടാണ്. പിന്നെ പറയുന്നുണ്ട് ആരാണത് ലീഡ് ചെയ്തിട്ടുള്ളത്? അത് ലീഡ് ചെയ്തിരുന്നത് വാസ്കോ ഡ ഗാമയാണ് ലീഡ് ചെയ്തിരിക്കുന്നതെന്നും പറയുന്നുണ്ട്. അത് മൂന്നുമാണ് പറയുന്നത്. മെയിനായിട്ട് അവർ ഡ്രസ്സിങ്ങൊക്കെ വളരെ വ്യത്യാസമുള്ളതായിരുന്നു. The Zamorin, the then ruler of Calicut, did not provide trading facilities to Vasco da Gama. So he left for Kannur, gathered necessary goods and then returned to Portugal. എന്താ പറയുന്നത്? അപ്പോഴത്തെ കാലിക്കറ്റിൻ്റെ റൂളറായിരുന്നു സാമറിൻ അല്ലേ? സാമറിൻ ആയിരുന്നു ആ സമയം കോഴിക്കോട് ഭരിച്ചിരുന്നത്. അദ്ദേഹം ട്രേഡിംഗ് ഫെസിലിറ്റീസ് ഒന്നും വാസ്കോ ഡ ഗാമയ്ക്ക് പ്രൊവൈഡ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു ഹെൽപ്പും അദ്ദേഹം ചെയ്തില്ല. അപ്പോൾ വാസ്കോ ഡ ഗാമ എന്ത് ചെയ്തു? വാസ്കോ ഡ ഗാമ കോഴിക്കോട് വിട്ട് കണ്ണൂരിലേക്ക് യാത്ര ചെയ്തു എന്നാണ് പറയുന്നത്. അവിടെ നിന്ന് അദ്ദേഹത്തിന് വേണ്ട സാധനങ്ങളൊക്കെ മേടിച്ചിട്ട് പോർട്ടുഗലിലേക്ക് തിരിച്ചുപോയി. പിന്നെ പറയുന്നത് എന്താ? അൽമേഡ ആൻഡ് ആൽബുക്യൂർ, 2 sailors from Portugal reached here for trade following Vasco da Gama. Goa and Daman and Diu were the major trade centers of Portuguese. They constructed San Angelo Fort at Kannur and Kottappuram Fort in Thrissur district. The Portuguese were also known as Parangis. വാസ്കോ ഡ ഗാമ വന്ന പോലെ അദ്ദേഹത്തിന് പിന്നാലെ വേറെ 2 സെയിലേഴ്സും കൂടി നാട്ടിലേക്ക് എത്തി. അതാരായിരുന്നു? അൽമേഡയും ആൽബുക്യൂർക്കുമായിരുന്നു. ഗോവ, ഡാമൻ ആൻഡ് ഡ്യൂ were the major trade centers of Portuguese. അവർ കൺസ്ട്രക്ട് ചെയ്ത ഫോർട്ടുകളാണ് കണ്ണൂരുള്ള സെൻറ്റ് ഏഞ്ചലോ ഫോർട്ടും തൃശ്ശൂരുള്ള കോട്ടപ്പുറം ഫോർട്ടും. Portuguese were also known as Parangis. Parangis ഇമ്പോർട്ടൻ്റ് ആണ്. Agricultural crops like pineapple, guava, papaya, red chilli, cashew, tobacco, etc. that are found in Kerala now were introduced by the Portuguese. The use of printing machine and the development of the art form Chauti Nadagam were some of the impacts of Indo-Portuguese relationship. Okay, agricultural crops നമ്മുടെ നാട്ടിൽ കണ്ടുവരുന്ന പൈനാപ്പിള്, ഗുവാവ എന്ന് പറഞ്ഞ പേരയ്ക്ക, പപ്പായ, റെഡ് ചില്ലി, ചുവന്ന മുളക്, കാഷ്യൂ, ടൊബാക്കോ ഒക്കെ എന്താ ഈ പോർട്ടുഗീസുകാർ ഇൻട്രൊഡ്യൂസ് ചെയ്തതാണ് നമ്മുടെ നാട്ടിലേക്ക്. നമ്മുടെ നാട്ടിൽ വൈഡ് സ്പ്രെഡായിട്ട്, അതായത് ഒട്ടാകെ യൂസ് ചെയ്ത് വരുന്ന ഈ അച്ചടി യന്ത്രം, അതായത് പ്രിൻറ്റിങ് മെഷീനും അതുപോലെ തന്നെ ചവിട്ട് നാടകവുമൊക്കെ ഇൻഡോ പോർട്ടുഗീസ് ബന്ധത്തിൻ്റെ ഭാഗമായി വന്നിട്ടുള്ളതാണ് നമ്മുടെ നാട്ടിൽ എന്നാണ് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇത്രയാണ് നിങ്ങളുടെ ഫ്രം പോർട്ടുഗൽ ടു കാലിക്കറ്റിൽ വരുന്നത്. നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കാം. ഫസ്റ്റത്തെ പാരഗ്രാഫിൽ എന്താ പറഞ്ഞത്? ഇതിലെ മെയിൻ പോയിൻറ്റ്സ് ഞാൻ പറഞ്ഞു പോകും. മെയ് 1498 പോർട്ടുഗീസുകാർ നമ്മുടെ നാട്ടിലേക്ക് കാലുകുത്തിയത്. ലാൻഡ് ചെയ്തത് കാപ്പാടാണ്, കോഴിക്കോടാണ്. ആ സമയം ഭരിച്ചിരുന്നത് സാമറിൻ ആയിരുന്നു കാലിക്കട്ട്. പിന്നെ വാസ്കോ ഡ ഗാമയാണ് ആ ഷിപ്പിനെ ലീഡ് ചെയ്തിരുന്നത്. വാസ്കോ ഡ ഗാമ വന്നു പോയതിന് ശേഷം വേറെ 2 സെയിലേഴ്സ് കൂടി വന്നു, അൽമേഡയും ആൽബുക്യൂർക്കും. അവരുടെ മെയിൻ ട്രേഡ് സെൻറ്റേഴ്സ് എന്ന് പറയുന്നത് ഏതായിരുന്നു? ഗോവയും ഡാമൻ ആൻഡ് ഡ്യൂമായിരുന്നു. അവർ കൺസ്ട്രക്ട് ചെയ്ത ഫോർട്ട്സ് ഏതൊക്കെയാണ്? സെൻറ്റ് ഏഞ്ചലോ ഫോർട്ട് അറ്റ് കണ്ണൂരും കോട്ടപ്പുറം ഫോർട്ട് അറ്റ് തൃശ്ശൂരും. പോർട്ടുഗീസിന് വേറൊരു പേര് വിളിച്ചിരുന്നു, അതാണ് പറങ്കീസ്. അവരാണ് നമുക്ക് പപ്പായ, കാഷ്യൂ, ടൊബാക്കോ ഒക്കെ ഇൻട്രൊഡ്യൂസ് ചെയ്തത് നമ്മുടെ നാട്ടിലേക്ക്. പിന്നെ പ്രിൻറ്റിങ് മെഷീനും ചവിട്ട് നാടകവും ഇൻഡോ പോർട്ടുഗീസ് കൾച്ചറിൻ്റെ ഭാഗമായിട്ടാണ് നമ്മുടെ നാട്ടിലേക്ക് വന്നത്. ഇത്രയേ ഉള്ളൂ. ഇനി എന്താ പറയുന്നത്? ഇനി അടുത്തത് ഇമ്പോർട്ടൻ്റ് ആണ്. ദ പോർട്ടുഗീസ് കുഡ് നോട്ട് എസ്റ്റാബ്ലിഷ് മെനി ട്രേഡ് സെൻറ്റേഴ്സ് ഇൻ ഇന്ത്യ. വൈ എന്ന് ചോദിക്കും. പോർട്ടുഗീസുകാർക്ക് നമ്മുടെ ഇന്ത്യയിൽ കൂടുതൽ ട്രേഡ് സെൻറ്റേഴ്സ്, വാണിജ്യത്തിൻ്റെ സെൻറ്റേഴ്സ് ഒന്നും എസ്റ്റാബ്ലിഷ് ചെയ്യാൻ പറ്റിയിരുന്നില്ല. വ്യാപാരത്തിൻ്റെ സെൻറ്റേഴ്സ് ഒന്നും എസ്റ്റാബ്ലിഷ് ചെയ്യാൻ പറ്റിയിരുന്നില്ല. എന്തുകൊണ്ട്? ദ റീസൺസ് ആണ് ചോദിക്കുന്നത്. റീസൺസ് ഫോർ ഇറ്റ് ആണ് ചോദിക്കുന്നത്. ഇത് ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. ദേ ഡിഡ് നോട്ട് ഹാവ് enough economic and military resources to compete with other European powers. The Portuguese could not establish many trade centers in India. Let us examine the reasons for it. അതിൻ്റെ റീസൺസ് ആണ് പറയുന്നത്. പോർട്ടുഗീസിന് എന്തുകൊണ്ടാണ് ട്രേഡ് സെൻറ്റേഴ്സ് ഒന്നും ഇന്ത്യയിൽ എസ്റ്റാബ്ലിഷ് ചെയ്യാൻ പറ്റാതിരുന്നത്? അവർക്ക് അതിൻ്റേതായിട്ടുള്ള ഇക്കണോമിക്കോ മിലിറ്ററി റിസോഴ്സസോ ഉണ്ടായിരുന്നില്ല. കുറേ യൂറോപ്യൻ പവേഴ്സ് ഉണ്ടായിരുന്നു അല്ലേ? അവരെയൊക്കെ കോമ്പീറ്റ് ചെയ്ത് നിൽക്കാൻ വേണ്ടി, അവരുടെ അടുത്തൊക്കെ മത്സരിച്ച് നിൽക്കാൻ വേണ്ടി അതിൻ്റേതായ ഇക്കണോമിക് എന്ന് പറഞ്ഞാൽ സാമ്പത്തികപരമായും മിലിറ്ററി ആർമിയുടെ കേസിലാണെങ്കിലും അത്രത്തോളം അവർക്ക് റിസോഴ്സസ് ഒന്നും ഉണ്ടായിരുന്നില്ല. സെക്കൻഡ് എന്താ പറയുന്നത്? ദേ ഫേസ് റെസിസ്റ്റൻസ് ഫ്രം നേറ്റീവ് സോഴ്സസ്. അവർക്ക് നാട്ടിൽ നിന്ന്, ഇപ്പം കേരളത്തിൽ വന്നിറങ്ങി എന്ന് പറഞ്ഞു നമ്മൾ നേരത്തെ കേസിൽ, പോർട്ടുഗീസ് കേരളത്തിൽ വന്നിറങ്ങി സാമോറിൻ മഹാരാജാവ് അവർക്ക്
അവർക്ക് ട്രേഡിന് വേണ്ടിയിട്ടുള്ള സപ്പോർട്ടൊന്നും കൊടുത്തിരുന്നില്ല എന്ന് പറഞ്ഞു. അപ്പോൾ എന്താണ് അവർ ഫേസ് ചെയ്തിരുന്നത്? റെസിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ തടസ്സം നിൽക്കുക എന്ന് പറയില്ലേ, അപ്പോൾ അതാണ് പറയുന്നത്. അല്ലെങ്കിൽ നാട്ടിലുള്ള രാജാക്കന്മാരുടെ കയ്യിൽ നിന്നൊക്കെ തടസ്സങ്ങൾ ഉണ്ടായിരുന്നു. അങ്ങനെയാണെങ്കിലും പുറമെ നിന്നുള്ള ആൾക്കാർ വരുമ്പോൾ നമ്മുടെ നാട്ടിലുള്ള ആൾക്കാർക്കൊരു എന്താ പറയുക, ഒരു പ്രൊഹിബിഷൻ രീതിയിൽ അല്ലെങ്കിൽ ഒരു തടസ്സം എന്നുള്ള രീതിയിൽ എന്തെങ്കിലുമൊക്കെ ഇഷ്യൂസ് നേരിടും. അപ്പോൾ അതാണ് പറയുന്നത്. രണ്ട് റീസൺസ് പറയുന്നുണ്ട്. ഫസ്റ്റ് റീസൺ എന്ന് പറയുന്നത് ദേ ഡിഡ്ന്റ് ഹാവ് മച്ച് ഇക്കണോമിക് ആൻഡ് മിലിറ്ററി റിസോഴ്സസ് എന്ന് പറയുന്നുണ്ട്. സെക്കൻഡ് വൺ എന്താ പറയുന്നത്, ദേ ഫേസ്ഡ് റെസിസ്റ്റൻസ് ഫ്രം നേറ്റീവ് ഫോഴ്സസ് എന്നും പറയുന്നുണ്ട്. അപ്പോൾ ഇതാണ് പറയുന്നത്, നോട്ട് ഇനഫ് ഇക്കണോമിക് ആൻഡ് മിലിറ്ററി റിസോഴ്സസും ഫേസ് റെസിസ്റ്റൻസ് ഫ്രം നേറ്റീവ് സോഴ്സസ്. ഇനി നെക്സ്റ്റ് പറയുന്നത് എന്താ, കുഞ്ഞാലി മരയ്ക്ക ദി അഡ്മിറൽസ് ഓഫ് സാമറിൻ നേവൽ ഫോഴ്സ് ലെഡ് ദ റെസിസ്റ്റൻസ് എഗെയിൻസ്റ്റ് ദ പോർട്ടുഗീസ് ഇൻ ദ മലബാർ റീജിയൻ. ഇമ്പോർട്ടൻ്റ് ആണ്, 1 മാർക്കിന് വരാറുണ്ട്. അഡ്മിറൽ ഓഫ് സാമറിൻ നേവൽ ഫോഴ്സ് എന്താ, ആരായിരുന്നു? കുഞ്ഞാലി മരയ്ക്കാറായിരുന്നു സാമറിൻ നേവൽ ഫോഴ്സിൻ്റെ അഡ്മിറൽ അല്ലേ. അവരുടെ നേവൽ ഫോഴ്സിൻ്റെ തലവൻ എന്ന് പറയുന്നത് കുഞ്ഞാലി മരയ്ക്കാറായിരുന്നു. ിന് എതിരായിട്ടുള്ള മൂവ്മെൻറ്റ്സിനൊക്കെ നയിച്ചിരുന്നത് കുഞ്ഞാലി മരയ്ക്കാറായിരുന്നു. അദ്ദേഹമായിരുന്നു ഈ പോർട്ടുഗീസിനെതിരായിട്ടുള്ള റെസിസ്റ്റൻസിൻ്റെ നേവൽ ഫോഴ്സിൻ്റെ ഹെഡായിട്ട് പ്രവർത്തിച്ചിരുന്നത്, നാവികസേനയുടെ ഹെഡായിട്ട് പ്രവർത്തിച്ചിരുന്നത്. ഓക്കെ, അപ്പോൾ ഈ 2 പോയിൻറ്റ്സ് പഠിക്കുക. നെക്സ്റ്റ് എന്താ, The Dutch were another European force who reached India following the Portuguese. Kochi and Kollam were the chief trade centers of the Dutch. It was Van Reed, a Dutch governor, who initiated the compilation of Hortus Malabaricus, important ആണ്, a book on the medicinal plants of Kerala. He completed the book with the help of Itti Achyutan Vaidya. The Dutch fought with Marthandavarma, the king of Travancore, following the disputes over trade. The Dutch were defeated in the Battle of Colchel in 1741. They lost their ground in India with this war. The Dutch were also called as Lentens. അപ്പോൾ ഇനി ഡച്ചിൻ്റെ ഇമ്പോർട്ടൻറ്റ് പോയിൻറ്റ്സ് എന്താണെന്ന് നോക്കാം. ഫസ്റ്റ് എന്താ പറയുന്നത്, പോർട്ടുഗീസിൻ്റെ പിന്നാലെ നമ്മുടെ നാട്ടിലേക്ക് വന്നതാണ്, നമ്മുടെ ഇന്ത്യയിലേക്ക് വന്നതാണ് ഡച്ചുകാരും. അവരുടെ മെയിൻ ട്രേഡ് സെൻറ്റേഴ്സ് ഏതായിരുന്നു? കൊച്ചിയും കൊല്ലവുമായിരുന്നു. പോർട്ടുഗീസിൻ്റെ ഏതാ പറഞ്ഞത്, ഗോവയും ഡാമൻ ആൻഡ് ഡ്യൂ ആയിരുന്നു പോർട്ടുഗീസിൻ്റെ മെയിൻ ട്രേഡ് സെൻറ്റർ എങ്കിൽ ഡച്ചിൻ്റെ മെയിൻ ട്രേഡ് സെൻറ്റർ എന്ന് പറയുന്നത് കൊച്ചിയും കൊല്ലവുമായിരുന്നു. ആ സമയത്തുള്ള ഡച്ച് ഗവർണർ അതായത് വാൻ റീഡാണ് ഒരു ഹോട്ടസ് മലബാറിക്കസ് എന്നൊരു ബുക്ക് എഴുതിയത്. ഇമ്പോർട്ടൻ്റ് ആണ്, എക്സാമിന് എന്തായാലും വരുന്ന പാട്ടാണ്. ഹോട്ടസ് മലബാറിക്കസ് എഴുതിയത് വാൻ റീഡാണ്. വാൻ റീഡിൻ്റെ കമ്പൈലേഷൻ എന്താണെന്ന് ചോദിച്ചാൽ ഹോട്ടസ് മലബാറിക്കസ്. എന്തിനെ പറ്റിയിട്ടാണ് ആ ബുക്ക്? ഇറ്റ് വാസ് എ ബുക്ക് ഓൺ ദി മെഡിസിനൽ പ്ലാന്റ്സ് ഓഫ് കേരള. കേരളത്തിലുള്ള ഈ മെഡിസിനൽ പ്ലാന്റ്സിനെ പറ്റിയിട്ട്, മെഡിസിനൽ പ്ലാന്റ്സ് എന്ന് പറഞ്ഞാൽ എന്താ, മരുന്നിനൊക്കെ ഉപയോഗിക്കുന്ന പ്ലാന്റ്സുകളില്ലേ, അദ്ദേഹം അത് ഇട്ടി അച്യുതൻ വൈദ്യരിൻ്റെ സഹായത്തോടു കൂടിയാണ് എഴുതിയത്. നമുക്കറിയാം പല മരുന്നുകളിലും പല ചെടികളും യൂസ് ചെയ്യുന്നുണ്ടല്ലേ. അപ്പോൾ ആ ചെടികളുടെ മെഡിസിനൽ വാല്യൂ എന്താ, ഓരോ ചെടിയുടെയും ഗുണം എന്താണെന്ന് കാണിക്കുന്ന ബുക്കായിരുന്നു എന്ത്, ഹോട്ടസ് മലബാറിക്. പിന്നെ എന്താ പറയുന്നത്, ദ ഡച്ച് ഫോർട്ട് വിത്ത് മാർത്താണ്ഡവർമ്മ ദി കിങ് ഓഫ് ട്രാവൻകൂർ ഫോളോയിങ് ദ ഡിസ്പ്യൂട്ട്സ് ഓവർ ട്രേഡ്. കിങ് ഓഫ് ട്രാവൻകൂർ ആരാ? മാർത്താണ്ഡവർമ്മയാണ്. തമ്മിൽ ഇഷ്യൂസ് ഉണ്ടായി, ഡിസ്പ്യൂട്ട്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തർക്കങ്ങളുണ്ടായി. ദ ഡച്ച് were defeated in the battle of Colchel in 1741. lost their ground in India with this war. അതോടുകൂടി ഡച്ചുകാർക്ക് ഇന്ത്യയിൽ ഉള്ള ആ ഗ്രൗണ്ട് നഷ്ടപ്പെട്ടു എന്നാണ് പറയുന്നത്. അതായത് ഇന്ത്യയുമായിട്ടുള്ള ആ റിലേഷൻഷിപ്പ് നഷ്ടപ്പെട്ടു. ദ ഡച്ച് were also called as the Lentens. ഓക്കെ, ഡച്ചിനെ ലെന്തൻസ് എന്നും പറയും. അപ്പോൾ ഇതിൽ ഏതൊക്കെയാണ് പഠിക്കാനുള്ളത്? ഡച്ചുകാർ വന്നത് പോർട്ടുഗീസിന് പിന്നാലെയാണ്. ഡച്ചിൻ്റെ മെയിൻ ട്രേഡ് സെൻറ്റേഴ്സ് എന്തായിരുന്നു? ഇറ്റ് വാസ് കൊച്ചി ആൻഡ് കൊല്ലം. പിന്നെ എന്താ പഠിക്കാനുള്ളത്? വാൻ റീഡ് വാസ് ദി ഡച്ച് ഗവർണർ അറ്റ് ദാറ്റ് ടൈം. he initiated the compilation of the book Hortus Malabaricus. Itti Achyutan Vaidar also helped him in completing Hortus Malabaricus. ഇനി വരുന്ന പാരഗ്രാഫ് ഡച്ചും മാർത്താണ്ഡവർമ്മയായിട്ടുള്ള ഫൈറ്റിങ്ങും അതിൽ ഡച്ച് തോൽക്കുന്നതുമാണ് ബാറ്റിൽ ഓഫ് കൊളച്ചിൽ എന്ന് പറയുന്നത് ഇൻ 1741. അതോടുകൂടി അവർക്ക് ഇന്ത്യയുമായിട്ടുള്ള വ്യാപാരം അല്ലെങ്കിൽ ഇന്ത്യയിലുണ്ടായിരുന്ന ഒരു കോണ്ടാക്റ്റും ഗ്രൗണ്ടും ഒക്കെ നഷ്ടപ്പെട്ടു എന്നാണ് പറയുന്നത്. എങ്ങനെയാണ് ഡച്ചുകാർക്ക് ഇന്ത്യയിലുള്ള ഒരു ഗ്രൗണ്ട് നഷ്ടപ്പെട്ടതെന്ന് ചോദിച്ചാൽ നിങ്ങൾക്ക് ഇത് എഴുതാം. ബാറ്റിൽ ഓഫ് കൊളച്ചിൽ എന്താണെന്ന് ചോദിച്ചാലും നിങ്ങൾ ഇത് തന്നെയാണ് എഴുതേണ്ടത്. The English East India Company was formed in England in 1600 for trade with the countries like India and China. Surat in Gujarat was the first trade center of company in India. They also established trading centers at Bombay,
Calcutta and Madras. Bombay is known as Mumbai, Calcutta, Kolkata and Madras, Chennai അല്ലേ. ഇനി എന്താ പറയുന്നത്, ഇപ്പോൾ പോർട്ടുഗീസ് പറഞ്ഞു, ഡച്ച് പറഞ്ഞു. നെക്സ്റ്റ് വരുന്നത് ഇംഗ്ലീഷാണ്. ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി ഫോം ചെയ്തത് ഇംഗ്ലണ്ടിലാണ്. 1600 ആ ട്രേഡ് കമ്പനി ഫോം ചെയ്തത്. എന്തിനു വേണ്ടിയിട്ടാണ്? ഇന്ത്യയും ചൈനയും അതുപോലെയുള്ള കൺട്രീസിനുമായിട്ട് ട്രേഡ് റിലേഷൻസിന് വേണ്ടിയാണ് അങ്ങനെ ഒരു കമ്പനി ഉണ്ടാക്കിയത്. അവരുടെ ഫസ്റ്റ് ട്രേഡ് സെൻറ്റർ എന്ന് പറയുന്നത് ഗുജറാത്തിലെ സൂറത്തായിരുന്നു. അവർക്ക് വേറെയും ട്രേഡിംഗ് സെൻറ്റേഴ്സ് ഉണ്ടായിരുന്നു, ബോംബെയിലും കൽക്കട്ടയിലും മദ്രാസിലും. ഇപ്പോൾ ഈസ്റ്റ് ഇന്ത്യ കമ്പനീനെ കുറിച്ച് ചോദിക്കും. വാട്ട് ഡു യു നോ അബൌട്ട് ഈസ്റ്റ് ഇന്ത്യ കമ്പനി ചോദിച്ചാൽ നിങ്ങൾ എന്താ എഴുതുക? ദ ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി വാസ് ഫോംഡ് ഇൻ 1600 ഫോർ ട്രേഡ് റിലേഷൻഷിപ്പ് വിത്ത് കൺട്രീസ് ലൈക്ക് ഇന്ത്യ ആൻഡ് ചൈന. ഇന്ത്യയും ചൈനയും പോലുള്ള രാജ്യങ്ങളിൽ ട്രേഡ് റിലേഷൻഷിപ്പിന് വേണ്ടിയാണ് അങ്ങനെ ഒരു കമ്പനി ഫോം ചെയ്തത്. അതിൻ്റെ ഫസ്റ്റ് സെൻറ്റർ എന്ന് പറയുന്നത് ഇന്ത്യയിൽ എവിടെയായിരുന്നു? ഇറ്റ് വാസ് ഇൻ സൂറത്ത്, ഗുജറാത്ത് എന്ന് പറഞ്ഞു. തേർഡ് പോയിൻ്റ് എന്താ വരുന്നത്? ഓൾസോ ട്രേഡ് സെൻറ്റേഴ്സ് ഇൻ ബോംബെ, മദ്രാസ് ആൻഡ് ചെന്നൈ. ഫ്രഞ്ച് ട്രേഡ് റിലേഷൻസിനെ പറ്റിയാണ് പറയുന്നത്. ദ ഫ്രഞ്ച് ഈസ്റ്റ് ഇന്ത്യ കമ്പനി വാസ് എസ്റ്റാബ്ലിഷ്ഡ് ഇൻ 1664 ആൻഡ് ഫ്രഞ്ച് റീച്ച്ഡ് ഇന്ത്യ ഫോർ ദി പർപ്പസ് ഓഫ് ട്രേഡ്. Pondicherry, Puducherry, Mahi and Karaikal were the chief trade centers of French. Pondicherry was their headquarters. ഫ്രഞ്ച് ട്രേഡ് റിലേഷൻ ആണ്. നിങ്ങൾക്ക് എല്ലാ വർഷവും ചിലപ്പോൾ ഓർമ്മ നിൽക്കില്ല, പക്ഷേ ഈ ഈസ്റ്റ് ഇന്ത്യ കമ്പനി ഫോം ചെയ്ത ഇയറൊക്കെ എന്തായാലും പഠിക്കണം. ഇവിടെ ഫ്രഞ്ച് ട്രേഡ് റിലേഷൻസും പറയുന്നുണ്ട്. ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ അത്ര ഇമ്പോർട്ടൻ്റ് അല്ല ഇത്, എന്നാലും പഠിക്കാൻ പറ്റുകയാണെങ്കിൽ പഠിക്കുക. 1664 അത് എസ്റ്റാബ്ലിഷ് ചെയ്തത്. ഫ്രഞ്ച് ഇന്ത്യയിലേക്ക് എത്തിയത് എന്തിനാ? എല്ലാവരുടെയും പോലെ തന്നെ പോർട്ടുഗീസിൻ്റെ പോലെയും ഡച്ചിൻ്റെ പോലെയും ഒക്കെ വ്യാപാരത്തിന് വേണ്ടി തന്നെയാണ് അവരും ഇന്ത്യയിലെത്തിയത്. ട്രേഡിന് വേണ്ടി തന്നെയാണ്. അവരുടെ ട്രേഡ് സെൻറ്റേഴ്സ് ഏതൊക്കെയായിരുന്നു? പോണ്ടിച്ചേരി, മാഹി, കാരയ്ക്കലൊക്കെ ആയിരുന്നു അവരുടെ മേജറായിട്ടുള്ള ട്രേഡ് സെൻറ്റേഴ്സ്, അവരുടെ വാണിജ്യത്തിൻ്റെ സെൻറ്റേഴ്സ് എന്ന് പറയുന്നത്. അവരുടെ ഹെഡ് ക്വാർട്ടേഴ്സ് എവിടെയായിരുന്നു? അവരുടെ മെയിൻ സെൻറ്റർ ഏതായിരുന്നു? പോണ്ടിച്ചേരി ആയിരുന്നു എന്നാണ് പറയുന്നത്. ഓക്കെ, അപ്പോൾ പോർട്ടുഗീസിൻ്റെയും ഡച്ചിൻ്റെയും ഫ്രഞ്ചിൻ്റെയും ഒക്കെ മെയിൻ ട്രേഡ് സെൻറ്റേഴ്സ് എന്താണ്? അവർ എസ്റ്റാബ്ലിഷ് ചെയ്തത് എന്താണ്? എവിടെയൊക്കെയായിരുന്നു അവരുടെ കൂടുതൽ ട്രേഡ് ഉണ്ടായിരുന്നതെന്നൊക്കെയാണ് നിങ്ങൾക്കിതിൽ പഠിക്കാനുള്ളത്. ഇതിൽ കാണിക്കുന്നുണ്ട് പോണ്ടിച്ചേരി, ഇവിടെയാണ് പോണ്ടിച്ചേരി എന്ന് കാണിക്കുന്നുണ്ട്, കാരയ്ക്കൽ എവിടെയാണെന്ന് കാണിക്കുന്നുണ്ട്. എന്താ? ദ കോമ്പറ്റീഷൻ ഫോർ ദി മൊണോപ്പൊളി ഓഫ് ട്രേഡ്. ഇനി ആ മൊണോപ്പൊളി ഓഫ് ട്രേഡിന് വേണ്ടിയിട്ടുള്ള കോമ്പറ്റീഷൻ. ഇതുവരെ നമ്മൾ എന്താ പറഞ്ഞത്? പല ആൾക്കാരും ഇന്ത്യയിലേക്ക് വന്നു വ്യാപാരത്തിന് വേണ്ടി. പോർട്ടുഗീസ് വന്നു, ഡച്ച് വന്നു, ഫ്രഞ്ച് വന്നു, ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി വന്നു എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ കുറേ ആൾക്കാർ വരുമ്പോൾ എന്തുണ്ടാവുക? ഫസ്റ്റൊക്കെ എല്ലാവരും അവരുടെ വ്യാപാരം ചെയ്തു പോകും. പിന്നെ ഓരോ റീജിയനിലും അതിൽ കൺട്രോൾ കിട്ടാൻ വേണ്ടി അവർ തമ്മിൽ തന്നെ ഫൈറ്റ്സ് ഉണ്ടാവും, ഡിസ്പ്യൂട്ട്സ് ഉണ്ടാവും, ഇഷ്യൂസ് ഉണ്ടാവും. അപ്പോൾ അതിനെയാണ് ഇവിടെ പറയുന്നത് കോമ്പറ്റീഷൻ ഫോർ മൊണോപ്പൊളി ഓഫ് ട്രേഡ്. മൊണോപ്പൊളി ഓഫ് ട്രേഡ് എന്ന് പറഞ്ഞാൽ എന്താ? മൊണോപ്പൊളി എന്ന് പറഞ്ഞാൽ കുത്തക അവകാശം. കുത്തക അവകാശത്തിനാണ് മൊണോപ്പൊളി എന്ന് പറയുക. ഇപ്പോൾ ഒരു ട്രേഡ് നടത്തുന്നത്, ഒരു എക്സാമ്പിളായിട്ട് ഞാൻ പറയാം. ഇപ്പോൾ കുരുമുളകിൻ്റെ വ്യാപാരം നടത്തുന്നത് ഒരു പെർട്ടിക്കുലർ കമ്പനിയാണ്. അപ്പോൾ ആ കമ്പനി പറയുകയാണ് ഈ തൊട്ട് കുരുമുളക് ഞങ്ങൾ മാത്രമേ വിൽക്കാൻ പാടുള്ളൂ. അങ്ങനെ പറയുന്ന അങ്ങനത്തെ ഒരു സിറ്റുവേഷനാണ് എന്തെന്ന് പറയാം? മൊണോപ്പൊളി എന്ന് പറയാം. അതായത് ആ രാജ്യത്തിൽ വിൽക്കുന്നത് മുഴുവൻ അവരുടെ സാധനങ്ങൾ മാത്രമായിരിക്കണം. ഇപ്പോൾ നമുക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റുന്നൊരു എക്സാമ്പിൾ പറയാം. ഇലക്ട്രിസിറ്റി. നമ്മുടെ നാട്ടിൽ ആരാ ഇലക്ട്രിസിറ്റി തരുന്നത്? നമ്മുടെ വീട്ടിലേക്കൊക്കെ ആരാ വൈദ്യുതി എത്തിക്കുന്നത്? ഗവൺമെൻറ്റാണ് അല്ലേ? അപ്പോൾ ആ മൊണോപ്പൊളി എന്ന് പറഞ്ഞാൽ ഏതാ? അപ്പോൾ ഗവൺമെൻറ്റാണ്. ഗവൺമെൻറ്റിന് മാത്രമേ ഓരോരുത്തർക്കും വൈദ്യുതി വിൽക്കാനുള്ള അവകാശമുള്ളൂ. അപ്പോൾ അങ്ങനത്തെ കേസിനെയാണ് പറയുന്നത് മൊണോപ്പൊളി എന്ന്. അതിൻ്റെ പ്രൈസ് എത്രയാണെന്ന് നിശ്ചയിക്കാനും അത് ആർക്കൊക്കെ കൊടുക്കണമെന്ന് നിശ്ചയിക്കാനും അതിൻ്റെ ഓണർക്ക് മാത്രമേ സാധിക്കുകയുള്ളൂ. അപ്പോൾ അതിനെയാണ് എന്തെന്ന് പറയാം? മൊണോപ്പൊളി അല്ലെങ്കിൽ കുത്തക അവകാശം എന്ന് പറയാം. വായിച്ചു നോക്കാം നമുക്കിനി. The European countries competed for monopolizing trade with India. The Portuguese and the Dutch were defeated at the very beginning of this competition. The French and the English became locked in the intense rivalry, and the conflict between these forces lasted long. The series of conflicts between the French and the English in South India was known as Carnatic Wars. Ultimately, the French were defeated. എന്തുണ്ടായത്? ഇന്ത്യയിലേക്ക് അവർ വന്നതോടുകൂടി ആ യൂറോപ്യൻ കൺട്രീസ് തമ്മിൽ ഈ പോർട്ടുഗീസും ഡച്ചും ഇംഗ്ലീഷും ഫ്രഞ്ചൊക്കെ തമ്മിൽ ഇഷ്യൂസ് ഉണ്ടായി തുടങ്ങി. അവരെല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും കോമ്പീറ്റ് ചെയ്ത് തുടങ്ങി, മത്സരിച്ച് തുടങ്ങി. പോർട്ടുഗീസും ഡച്ചുമൊക്കെ ആ മത്സരത്തിൻ്റെ തുടക്കത്തിലേ പുറത്തായി. പിന്നെ ആരാ മത്സരിച്ചത്? ഫ്രഞ്ചും ഇംഗ്ലീഷുമാണ്. അവർ
തമ്മിൽ ഭയങ്കര തർക്കത്തിലേർപ്പെട്ടു. ഫ്രഞ്ചുകാരും ഇംഗ്ലീഷുകാരും തമ്മിലുള്ള ഈ കോമ്പറ്റീഷനും കോൺഫ്ലിക്ട്സും കുറേ കാലം അങ്ങനെ നടന്നുപോയി. ആ കോൺഫ്ലിക്ട്സിനെ പറയുന്ന പേരാണ് എന്ത്? സൗത്ത് ഇന്ത്യയിൽ ഫ്രഞ്ചുകാരും ഇംഗ്ലീഷുകാരും തമ്മിലുള്ള കോൺഫ്ലിക്റ്റിന് പറയുന്ന പേരാണ് കർണാട്ടിക് വാർസ്. അവസാനം എന്താ ഉണ്ടായത്? ഫ്രഞ്ചുകാർ ഡിഫീറ്റഡായി, ഇംഗ്ലീഷുകാർ ജയിക്കുകയും ചെയ്തു. അതിനെയാണ് എന്തെന്ന് പറയുന്നത്? കർണാട്ടിക് വാർസ് എന്ന് പറയുന്നത്. ഇമ്പോർട്ടൻ്റ് ആണ്, കർണാട്ടിക് വാർസ് പഠിക്കണം. അപ്പോൾ എന്താ പറയുന്നത്? എന്തുകൊണ്ടാണ് വാട്ട് ഈസ് കർണാട്ടിക് വാർ, അല്ലെങ്കിൽ വാട്ട് റിസൾട്ടഡ് ഇൻ കർണാട്ടിക് വാർ എന്ന് ചോദിച്ചാൽ എന്താ എഴുതുക? The European countries competed with each other for getting the monopoly over India. The Portuguese and Dutch were defeated in the initial stage itself. അതാണ് ഫസ്റ്റ് പോയിന്റ്. പിന്നെന്താ പറയുന്നത്? ഫ്രഞ്ച് ആൻഡ് ഇംഗ്ലീഷ് continued the rivalry for a long period of time. The series of conflicts between the French and the English in South India is known as Carnatic War. എന്താ എഴുതേണ്ടത്? The series of conflict between English and the French in South India was known as Carnatic War. ഈ ഇംഗ്ലീഷുകാരും ഈ ഫ്രഞ്ചുകാരും തമ്മിലുള്ള ഈ കോൺഫ്ലിക്റ്റുകളുടെ പരമ്പര എന്ന് പറയില്ല. അതായത് കുറേ കാലം അത് നടന്നു പോയി എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഉണ്ടായിട്ടുള്ള എല്ലാ കോൺഫ്ലിക്ട്സിനെയും കൂടി ഒരുമിച്ച് പറയുന്നതാണ് എന്ത്? കർണാട്ടിക് വാർ എന്ന്. ഫസ്റ്റ് പാരഗ്രാഫിൽ പറഞ്ഞിരുന്നു വൈ ഡിഡ് ദ ഫോറിനേഴ്സ് കെയിം ടു ഇന്ത്യ. അതിൻ്റെ ആൻസേഴ്സ് എന്തൊക്കെയാണ്? ദേ കെയിം ഫോർ ദി സ്പൈസസ് ഓഫ് അവർ ലാൻഡ്. സെക്കൻഡ് വൺ എന്താ? ദേ കെയിം ഫോർ കളക്ടിങ് ദേ കെയിം ഫോർ ട്രേഡ് റിലേഷൻ ടു കളക്ട് ദി സ്പൈസസ്. അതാണ് 2 പോയിന്റ് പറഞ്ഞത്. പിന്നെന്താ? പിന്നെ പുതിയ സീ റൂട്ട് അവർ എന്തിനാണ് കണ്ടുപിടിച്ചത്? ട്രേഡ് റൂട്ട്സിന് വേണ്ടിയിട്ട്, പുതിയ ട്രേഡ് റൂട്ട്സ് കണ്ടെത്താൻ വേണ്ടിയിട്ടാണ് ഇന്ത്യയിലേക്ക് അവർ പുതിയ സീ റൂട്ട് കണ്ടെത്തിയതെന്ന് പറഞ്ഞു. ഫ്രം പോർട്ടുഗൽ ടു കാലിക്കട്ട് പറഞ്ഞു. എന്താ പറഞ്ഞത്? മെയ് 1498 പോർട്ടുഗീസുകാർ കാലിക്കട്ടിൽ ആദ്യമായി ഇറങ്ങിയത്. അത് കാപ്പാട് ബീച്ചിലായിരുന്നു ആദ്യം എത്തിയത്. അവർ ഡ്രസ്സിങ്ങൊക്കെ വളരെ വ്യത്യസ്തമായിരുന്നു. അതിനെ ലീഡ് ചെയ്തിരുന്നത് ആരായിരുന്നു? വാസ്കോഡ ഗാമ ആയിരുന്നു ലീഡ് ചെയ്തിരുന്നത്. ആ സമയം കാലിക്കട്ട് ഭരിച്ചിരുന്നത് സാമറിൻ മഹാരാജാവായിരുന്നു. സാമറിൻ മഹാരാജാവ് പോർട്ടുഗീസുകാർക്ക് ട്രേഡിന് വേണ്ടിയിട്ടുള്ള ഒരു ഹെൽപ്പും ചെയ്തിരുന്നില്ല. അതുകൊണ്ട് വാസ്കോഡ ഗാമ കാലിക്കട്ട് വിട്ട് കണ്ണൂർ പോയി. കണ്ണൂരിൽ നിന്നും അദ്ദേഹത്തിന് ആവശ്യമുള്ള സാധനങ്ങളൊക്കെ മേടിച്ച് തിരിച്ച് പോർട്ടുഗീസിലേക്ക് പോയി എന്ന് പറയുന്നുണ്ട്. പിന്നെ എന്താ പറഞ്ഞത്? വാസ്കോഡ ഗാമയുടെ പിന്നാലെ തന്നെ വന്നതാണ് അൽമേഡയും ആൽബുക്വിർക്കും. അവർ രണ്ടുപേരും വന്നു. അവരുടെ മെയിൻ ട്രേഡ് സെൻറ്റർ എന്ന് പറയുന്നത് ഗോവയും ഡാമനൻഡിയുമായിരുന്നു എന്ന് പറയുന്നുണ്ട്. അവർ കൺസ്ട്രക്ട് ചെയ്ത ഫോർട്ടുകളാണ് സെൻറ്റ് ആഞ്ചലോ ഫോർട്ട് കണ്ണൂരും കോട്ടപ്പുറം ഫോർട്ട് തൃശ്ശൂരും. പിന്നെ അവരെ എന്തെന്ന് വിളിക്കുന്നുണ്ട്? ദി പോർട്ടുഗീസ് വർ ഓൾസോ നോൺ ആസ് പറങ്കീസ്. അവരുടെ അവർ കൊണ്ടുവന്നതാണ് നമ്മുടെ പൈനാപ്പിൾ, ഗുവാവ, ടൊബാക്കോ ഒക്കെ. ദ വൈഡ് സ്പ്രെഡ് യൂസ് ഓഫ് പ്രിൻറ്റിംഗ് മെഷീൻസ് ആൻഡ് ഓൾസോ ചവിട്ട് നാടകം വാസ് എ റിസൾട്ട് ഓഫ് ഇൻഡോ പോർട്ടുഗീസ് റിലേഷൻഷിപ്പ് എന്ന് പറഞ്ഞു. അതാണ് അതിൽ പറഞ്ഞത്. നെക്സ്റ്റ് ഒരു ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ പറഞ്ഞത് എന്താ? വൈ ദ പോർട്ടുഗീസ് വർ നോട്ട് ഏബിൾ ടു എസ്റ്റാബ്ലിഷ് ട്രേഡ് സെൻറ്റേഴ്സ് ഇൻ ഇന്ത്യ. എന്തുകൊണ്ടാണ് പോർട്ടുഗീസുകാർക്ക് ഇന്ത്യയിൽ അധികം ട്രേഡ് സെൻറ്റേഴ്സ് എസ്റ്റാബ്ലിഷ് ചെയ്യാൻ പറ്റാഞ്ഞത്? 2 റീസൺസാണ് പറഞ്ഞത്. ഡ്യൂ ടു ദയർ ലിമിറ്റഡ് ഇക്കണോമിക് ആൻഡ് മിലിറ്ററി റിസോഴ്സസ്. അല്ലേ, ഇക്കണോമിക്കും മിലിറ്ററി റിസോഴ്സസും കുറവായിരുന്നു. സെക്കൻഡ് എന്താ പറഞ്ഞാൽ? ഡ്യൂ ടു ദ റെസിസ്റ്റൻസ് ഫ്രം നേറ്റീവ് ഫോഴ്സസ്. നമ്മുടെ ഇന്ത്യയിലുള്ള ആൾക്കാരുടെ അടുത്തു നിന്ന് തന്നെ റെസിസ്റ്റൻസ്, അതായത് ഒരു തടസ്സം, പ്രൊഹിബിഷൻ എന്നൊക്കെ പറയില്ലേ, അവർ ഈ പോർട്ടുഗീസുകാരെ വെൽക്കം ചെയ്തിരുന്നില്ല, അവരെ എതിർത്തിരുന്നു എന്നാണ് പറയുന്നത്. പിന്നെന്താ പറഞ്ഞത്? ഇനി പറഞ്ഞത് കുഞ്ഞാലി മരയ്ക്കറാണ്. സാമറിൻ നേവൽ ഫോഴ്സിൻ്റെ അഡ്മിറൽ തലവനായിരുന്നു കുഞ്ഞാലി മരയ്ക്കാർ. അത് പഠിക്കണം എന്ന് പറഞ്ഞു. പിന്നെ ഇമ്പോർട്ടൻറ്റ് പറഞ്ഞത് എന്താ? ഡച്ചുകാരുടെ വരവാണ്. ഡച്ചുകാരുടെ മെയിൻ സെൻറ്റർ എന്ന് പറഞ്ഞത് കൊച്ചി ആൻഡ് കൊല്ലമാണ്. വാൻഡ്രീഡ് ദ ഡച്ച് ഗവർണർ കമ്പൈൽ ഹോട്ടസ് മലബാറിക്കസ്. ഇറ്റ് വാസ് അബൌട്ട് ദ മെഡിസിനൽ പ്ലാന്റ്സ് അവൈലബിൾ ഇൻ കേരള. ഹി കംപ്ലീറ്റഡ് ദ ബുക്ക് വിത്ത് ദ ഹെൽപ്പ് ഓഫ് ഇട്ടി അച്യുതൻ വൈദ്യർ. ഇട്ടി അച്യുതൻ വൈദ്യരുടെ ഹെൽപ്പോട് കൂടിയാണ് കംപ്ലീറ്റ് ചെയ്തത്. ദ ഡച്ച് ഫോർട്ട് വിത്ത് മാർത്താണ്ഡവർമ്മ, ദ കിങ് ഓഫ് ട്രാവൻകൂർ. അതിനെയാണ് ബാറ്റിൽ ഓഫ് കൊളച്ചിൽ ഇൻ 1741 എന്ന് പറയുക. ദ ഡച്ച് വർ ഓൾസോ നോൺ ആസ് ലന്തൻസ് എന്നും പറഞ്ഞു. ഇനി എന്താ? അഡ്വെൻറ്റ് ഓഫ് ഇംഗ്ലീഷിൽ നമ്മൾ ഏത് പഠിക്കണം? ഈസ്റ്റ് ഇന്ത്യ കമ്പനി വാസ് ഫോംഡ് ഇൻ 1600. ഇറ്റ് വാസ് ഫോം ഫോർ ട്രേഡ് റിലേഷൻ വിത്ത് കൺട്രീസ് ലൈക്ക് ഇന്ത്യ ആൻഡ് ചൈന എന്ന് പറഞ്ഞു. ഫസ്റ്റ് ട്രേഡ് സെൻറ്റർ വാസ് ഇൻ സൂരത്ത്, ഗുജറാത്ത്. ദേ ഓൾസോ എസ്റ്റാബ്ലിഷ് ട്രേഡ് സെൻറ്റേഴ്സ് ഇൻ ബോംബെ, ചെന്നൈ ആൻഡ് കൽക്കട്ട പറഞ്ഞു. നെക്സ്റ്റ് എന്താ പറഞ്ഞത്? ഫ്രഞ്ച് ട്രേഡ് റിലേഷൻഷിപ്പാണ് പറഞ്ഞത്. ഫ്രഞ്ച് ഈസ്റ്റ് ഇന്ത്യ കമ്പനി വാസ് ഫോംഡ് ഇൻ 1664. ദ ഫ്രഞ്ച് റീച്ച്ഡ് in India for the purpose of trade. Pondicherry, Mahi and Karaikal were the
ചീഫ് ട്രേഡ് സെൻറ്റേഴ്സ്. പോണ്ടിച്ചേരി ആയിരുന്നു ഫ്രഞ്ച് ട്രേഡ് റിലേഷൻ്റെ ഹെഡ് ക്വാർട്ടേഴ്സ് നമ്മൾ പറഞ്ഞു. നെക്സ്റ്റ് എന്താ, കോമ്പറ്റീഷൻ ഫോർ മൊണോപ്പൊളി ഓഫ് ട്രേഡ് പറഞ്ഞു. അതിൽ ഇമ്പോർട്ടൻറ്റ് നമ്മൾ പറഞ്ഞത് കർണാട്ടിക് വാറാണ് പറഞ്ഞത് അല്ലേ. കർണാട്ടിക് വാർ ഇമ്പോർട്ടൻ്റ് ആണ്, എക്സാമിന് ചോദിക്കാറുണ്ട്. ദ പോർട്ടുഗീസ് ആൻഡ് ഡച്ച് വർ ഡിഫീറ്റഡ് അറ്റ് ദ വെരി അതിൽ എന്ത് പറഞ്ഞു, യൂറോപ്യൻ കൺട്രീസ് തമ്മിൽ ദേ വർ കോമ്പീറ്റിംഗ് വിത്ത് ഈച്ച് അതർ ഫോർ ഗെറ്റിംഗ് ദ കൺട്രോൾ ഓഫ് ട്രേഡ്. ഇത് യൂറോപ്യൻസ് തമ്മിൽ എന്തുണ്ടായി, കോൺഫ്ലിക്റ്റ് ഉണ്ടായി. അതിൻ്റെ മുകളിലൊരു ട്രേഡിൻ്റെ മുകളിൽ കൺട്രോൾ കിട്ടാൻ അവർക്കാവണം അതിൻ്റെ പൂർണ്ണ അധികാരം എന്നുള്ള ഒരു കൺട്രോൾ കിട്ടാൻ വേണ്ടിയിട്ട്. മൊണോപ്പൊളി എന്ന് പറഞ്ഞാൽ കുത്തക അവകാശം എന്നാണ് മൊണോപ്പൊളി എന്ന് പറയാമെന്ന് പറഞ്ഞു. ദ പോർട്ടുഗീസ് ആൻഡ് ഡച്ച് were defeated in the initial stage itself. Later the French and English continued their rivalry for a long time. This series of conflicts in South India came to be known as Carnatic Wars. ഈ ഫ്രഞ്ചും ഇംഗ്ലീഷും തമ്മിലുള്ള ഈ കോൺഫ്ലിക്റ്റ് കുറേ കാലം നടന്നുകൊണ്ടുപോയി. അതിനെയാണ് ഈ കർണാട്ടിക് വാർസ് എന്ന് പറഞ്ഞ് നമ്മൾ പറയുന്നത്. അൾട്ടിമേറ്റ്ലി ദ ഫ്രഞ്ച് വാസ് ഡിഫീറ്റഡ്. എന്താ ഉണ്ടായത്, അവസാനം ഫ്രഞ്ചുകാർ ആ യുദ്ധത്തിൽ തോറ്റു. ഈ ഫുൾ കൺട്രോൾ ആർക്ക് വന്നു, ഈസ്റ്റ് ഇന്ത്യ കമ്പനി അല്ലെങ്കിൽ ഇംഗ്ലീഷുകാർക്ക് വന്നു എന്നാണ് പറയുന്നത്. അപ്പോൾ ഇത്രയാണ് നമ്മുടെ ട്രേഡ് ടു പവറിൻ്റെ ഫസ്റ്റ് പാർട്ട് പറയുന്നത്. മനസ്സിലാക്കി പഠിച്ചാൽ മതി, എളുപ്പമാണ് പഠിക്കാൻ, മനസ്സിലാക്കി പഠിച്ചാൽ മതി. ഓക്കെ, എങ്ങനെയാണ് നമ്മുടെ നാട്ടിൽ വ്യാപാരത്തിന് വന്ന ആൾക്കാർ നമ്മുടെ രാജ്യത്തിൻ്റെ തന്നെ കൺട്രോളറായി അല്ലെങ്കിൽ അധിപനായി മാറി എന്നൊക്കെ പറയില്ലേ, അതാണ് നമ്മൾ ഈ ലെസണിലൂടെ പറയുന്നത്. ഓക്കെ, ക്ലാസ് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു, ക്ലാസ് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായി കഴിഞ്ഞാൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.